ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അറക്കാൻ കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബൗക ഫൻദുർ മാദാ തറ. കുഞ്ഞിമോനെ, നിന്നെ അറുക്കണമെന്ന് അള്ളാഹു സ്വപ്നത്തിൽ എനിക്ക് വഹ്യ് നൽകിയിട്ടുണ്ട്, എന്താണ് നിൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, യാ അബതി ഇഫ്അൽ മാ തുഅ്മർ, ഉപ്പ നിങ്ങളോട് എന്താണ് കൽപ്പന അത് നിങ്ങൾ നിർവഹിക്കണം, തീർച്ചയായും ഞാൻ ക്ഷമിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. ഈ ചോദ്യവും ഈ ഉത്തരവും ഇസ്മായിൽ നബിക്ക് നേരത്തെ പഠിപ്പിച്ചതല്ല അലൈഹിസ്സലാം. നമ്മൾ ആലോചിക്കേണ്ടത് ഈ ചോദ്യം നമ്മളെ കുട്ടിയോട് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നാണ്. എന്നാൽ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനോട് ഉമ്മ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല, ബാപ്പ അറുക്കാൻ കൊണ്ടുപോയിട്ട് കാട്ടിലെത്തിയാലേ പിന്നെ അന്നെ അറുക്കണമെന്ന് അള്ളാഹ് എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഉമ്മാൻ്റെ കുട്ടി ഒന്നും വിചാരിക്കണ്ട, ബാപ്പ നിങ്ങൾ അറുത്തോളി എന്ന് പറഞ്ഞോളി, ഒന്നും സംഭവിക്കൂലടാ, കുറച്ച് കഴിയുമ്പോഴത്തിന് ജിബിരിയിൽ സ്വർഗത്ത് നിന്ന് ആടിനേറ്റ് വരും എന്നാരും പറഞ്ഞിട്ടില്ല, ഉമ്മ പറഞ്ഞതിട്ടില്ല. പിന്നെന്തേ ഇപ്പോൾ ഈ കുട്ടി ഇങ്ങനെ വാപ്പ ഇങ്ങനെ ചോദിച്ചപ്പോൾ കുട്ടി ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം വാപ്പാക്ക് വാപ്പാൻ്റെ ഗുണമുണ്ടായതിനാൽ മകന് മകൻ്റെ ഗുണമുണ്ടായതാണ്. അൽ വലതു സിർറു അബീഹി എന്നാണ്. മകൻ അല്ലെങ്കിൽ മകൾ വാപ്പാൻ്റെ സ്വകാര്യമാകുന്നു എന്നാണ്. വാപ്പാൻ്റെ രഹസ്യമാണ് മക്കളുടെ പരസ്യം. നല്ലോണം മനസ്സിലാക്കേണ്ട കാര്യം കേട്ടോ. വാപ്പ സ്വകാര്യത്തിൽ ചെയ്യുന്നത് മക്കൾ പരസ്യമായി ചെയ്യും. വാപ്പാൻ്റെ സ്വകാര്യ സൂക്ഷിപ്പുകാരനാണ് മക്കൾ. അൽ വലതു സിർറു അബീഹി, മകൻ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വാപ്പയാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അനഫീ മില്ലത്തി അബീ ഇബ്രാഹിം, ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹിമിൻ്റെ മാർഗത്തിലാകുന്നു അലൈഹിസ്സലാം. ഞാൻ ഫീ മില്ലത്തി മാർഗത്തിലാണ്, അബി എൻ്റെ വാപ്പയായ ഇബ്രാഹിമിൻ്റെ മാർഗത്തിലാണ്. ശരിക്കും നമ്മളെ കുറ്റിപ്പുറം ഭാഷയിലേക്ക് ഇത് കൊണ്ടുവന്നാൽ എങ്ങനെ അർത്ഥം എന്നറിയ നിങ്ങൾ? ഇതിപ്പോൾ അറബി നമ്മൾ ചൊറുക്കിൽ അർത്ഥം വെക്കുമ്പോൾ ഞാൻ ഫീ മില്ലത്തി മാർഗത്തിലാണ്, അബി എൻ്റെ വാപ്പയായ ഇബ്രാഹിമിൻ്റെ മാർഗത്തിലാണ് എന്നാണ് ചൊറുക്കിലുള്ള അർത്ഥം. കുറ്റിപ്പുറം ഭാഷയിൽ അതിൻ്റെ അർത്ഥം എൻ്റെ വാപ്പ ആരാന്നറിയാൻ എനിക്ക് ഇബ്രാഹിമാണ്, ആലോചിച്ച് കഴിച്ചതുകൊണ്ടു. അതാണ് ഇതിൻ്റെ മലയാളം. അതാണ് ശരിക്കും ഇതിൻ്റെ നമ്മളെ മലപ്പുറം മലയാളത്തേക്ക് ഈ സാധനം മാറ്റിയാൽ അങ്ങനെ വരിക. മര്യാദക്ക് ആലോചിച്ച് കഴിച്ചതുകൊണ്ടു എൻ്റെ വാപ്പ ഇബ്രാഹിം നബി ആകുന്നു. അതാണ് അനഫി മില്ലത്തി അബി ഇബ്രാഹിം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ്റെ വാപ്പയാണ്. ഏതൊരാളെ പറ്റി നമ്മൾ അന്വേഷിക്കുമ്പോൾ ആദ്യം എന്താ ചോദിക്കുക? വാപ്പാരാന്ന് ചോദിക്കുക. ഏത് മനുഷ്യനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് വാപ്പാരാന്നാണ്. ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ അതാണ്. വാപ്പാൻ്റെ ഗുണമാണ് മക്കളുടെ ഗുണം. മുസ്തഫായ നബി തങ്ങൾക്ക് ഇബ്നു ദബീഹൈനി, 2 അറുക്കപ്പെട്ട ആളുടെ മകൻ എന്ന് പേരുണ്ട്. രണ്ടാമത്തെ ആള് അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ആള് നബി തങ്ങളുടെ വല്ലിപ്പയാണ് അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന് മക്കളുണ്ടായിരുന്നില്ല. മക്കളില്ലാത്തതുകൊണ്ട് അദ്ദേഹം കുറേ കഅബത്തിൻ്റെ അടുത്ത് പോയിട്ട് ദോരന്നു. അങ്ങനെ ദോരന്ന് ഒരിക്കലും ഇനി കുട്ടികളുണ്ടാവില്ല എന്ന് തോന്നിയപ്പോൾ മൂപ്പര് വലിയൊരു നീർച്ച നടത്തി. എന്താ നീർച്ച? എനിക്ക് ഇനി കുട്ടികളുണ്ടാവുകയാണെങ്കിൽ ആ ഒരു കുട്ടിയെ ഞാൻ അള്ളാൻ്റെ മാർഗത്തിൽ അറക്കുമെന്ന് നീർച്ചയാക്കി. ജാഹിലിയ കാലത്താട്ടോ, ജാഹിലിയത്തിലാണ് അങ്ങനെ നീർച്ചയാക്കിയതിൻ്റെ ശേഷം 16 മക്കളുണ്ടായി. 16 ഉണ്ടായി. 16 വേറെ അഭിപ്രായത്തിൽ 13 മക്കളുണ്ടായി എന്നാണ്. എന്തായാലും 10ൻ്റെ മേലെ മക്കളുണ്ട്. ഒരു ദിവസം അബ്ദുൽ മുത്തലിബ് മക്കളെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, കുട്ടികളെ ബാപ്പാക്കൊരു നീർച്ച ഉണ്ട് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. എനിക്ക് മക്കളില്ലാത്തൊരു കാലത്ത് എനിക്കൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടീനെ ഞാൻ അള്ളാൻ്റെ മാർഗത്തിൽ ആർക്കുണ്ട് എന്ന് നീർച്ചയാക്കിയിട്ടുണ്ട്, എന്താ കാട്ടുക എന്ന് ചോദിച്ചു. 13 മക്കളും പറഞ്ഞു ഇന്നർത്തോളി.
ഞങ്ങളടുത്തോളി പറഞ്ഞു, 13 ആൾക്കാരും പറഞ്ഞു. അവസാനം ഇപ്പോൾ ആരെ ഇറക്കുക എന്നുള്ളതിലൊരു കൺഫ്യൂഷനായല്ലോ. 13 ഒരാൾ മാത്രമാണെങ്കിൽ എന്നാൽ അതാണ്ട് അവസാനം നറുക്കിടാൻ തീരുമാനിച്ചു. അങ്ങനെ നറുക്കിട്ടപ്പോൾ കിട്ടിയത് അബ്ദുള്ളാൻ്റെ നറുക്കാണ്. കൂട്ടത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ളതാണ് അബ്ദുള്ള. ചെറിയ മകനാണ്. നബി തങ്ങളുടെ വാപ്പയാണ് ഏറ്റവും ചെറിയ മകനാണ്. ബാക്കിയുള്ളതൊക്കെ മൂത്താപ്പാരാണെന്നാണ് സ്വയ്യായ അഭിപ്രായം. അല്ലാത്തൊരു അഭിപ്രായം ഉണ്ട്, എന്നാലും ഭൂരിപക്ഷ ആളുകളും പറഞ്ഞ അഭിപ്രായം അബ്ദുള്ള ഏറ്റവും ചെറിയ മോനാണ്. ഏറ്റവും ചെറിയ മകൻ, അതായത് കൂട്ടത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ളവൻ്റെ നറുക്ക് കിട്ടി. പക്ഷെ അപ്പോൾ ബാക്കിയുള്ള മക്കൾ പറഞ്ഞു, ഓനേതായാലും അറുക്കണ്ട, ഞങ്ങളെ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ പറഞ്ഞു. പക്ഷെ നറുക്ക് രണ്ടാമതിട്ടു. രണ്ടാമതിട്ടതും കിട്ടിയത് അബ്ദുള്ളാൻ്റെയാണ്. മൂന്നാമത് നറുക്കിട്ടു, അതും കിട്ടിയത് അബ്ദുള്ളാൻ്റെയാണ്. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ പൂർവകാല വേദങ്ങൾ പഠിച്ച ഒരു പുരോഹിതൻ്റെ അടുക്കൽ പോയി. അയാളോട് ചോദിച്ചു, ഇങ്ങനൊരു നീർച്ചുണ്ട്, നീർച്ച നടപ്പിൽ വരുത്താൻ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, എന്തപ്പോൾ കാട്ടുക എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അന്ന് ഈ അമ്പെടുക്കണ ഒരു രീതിയുണ്ട്. അമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ കുറേ അമ്പുകളിടും, അതിൽ ഹൈറോ ഷെറോ എന്നൊക്കെ നോക്കാൻ വേണ്ടി നറുക്കെടുക്കുന്നതിന് പകരം ചെയ്യുന്ന ഒരു രീതിയാണ് അമ്പെടുക്കൽ. അന്നത്തെ ആവനാഴിയിൽ നിന്ന് അമ്പെടുക്കുക. അങ്ങനെ ഒരമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞു. അതായത് 10 ഒട്ടകങ്ങളൊരു ഭാഗത്ത് നിർത്തുക, ഒരു ഭാഗത്ത് അബ്ദുള്ളയും. എന്നിട്ട് ഒരമ്പ് അബ്ദുള്ളാൻ്റെ അമ്പും ഒരമ്പ് 10 ഒട്ടകങ്ങളുടെ അമ്പും അങ്ങനെ ആവനായി ഒരു കുറ്റിയിലിട്ടിട്ട് ഇളക്കിയിട്ട് എടുക്കുമ്പോൾ അബ്ദുള്ളാൻ്റെത് കിട്ടുകയാണെങ്കിൽ 10 എണ്ണം കൂടി കൂട്ടണം ഒട്ടകങ്ങൾ. എന്നിട്ട് വീണ്ടും എടുക്കുക. അങ്ങനെ എപ്പോഴാണോ ഒട്ടകം കിട്ടുന്നത് അതുവരെ ഒട്ടകങ്ങളുടെ എണ്ണം കൂട്ടിയിട്ട് ഒട്ടകത്തിൻ്റെത് എപ്പോഴാണോ കിട്ടുന്നത് അപ്പോൾ അത്രയും ഒട്ടകങ്ങളെ അറുക്കുക എന്ന് അക്കാലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന പൂർവ്വകാല വേദങ്ങൾ പഠിച്ച ഒരു പുരോഹിതൻ തീരുമാനം പറഞ്ഞു. അങ്ങനെ തീരുമാനിച്ചു. 10 ഒട്ടകങ്ങളെ നിർത്തി, അബ്ദുള്ളാനെ നിർത്തി, 2 അമ്പിട്ടു എടുത്തു, അബ്ദുള്ളാൻ്റെ കിട്ടി. 10 കൂടിയും കൂട്ടി പിന്നിട്ടു. അങ്ങനെ 10 കൂട്ടി 100 ആയപ്പോൾ ഒട്ടകത്തിൻ്റെ കിട്ടി. അങ്ങനെ 100 ഒട്ടകങ്ങളെ അബ്ദുൽ മുത്തലിബ് അബ്ദുള്ള എന്ന നബി തങ്ങളുടെ വാപ്പാക്ക് പകരമായി അറുത്ത് അവയുടെ മാംസം ദാനം ചെയ്യുകയുണ്ടായി. ഇതാണ് ഇബ്നു ദബീഹൈൻ, 2 അറുക്കപ്പെട്ട ആളുടെ മകൻ എന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പേരുണ്ടാവാൻ കാരണം. സാന്ദർഭികമായി പറഞ്ഞതാണ്. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്താണോ അതാണ് ഒരു വാപ്പാക്കുണ്ടാവേണ്ട പ്രത്യേകത. വാപ്പാക്ക് വാപ്പാൻ്റെ ഗുണമുണ്ടെങ്കിൽ മക്കൾക്ക് മക്കളുടെ ഗുണം ഉണ്ടായിരിക്കും. അപ്പം ഉമ്മാക്ക് ഉമ്മാൻ്റെ ഗുണം വേണം, വാപ്പാക്ക് വാപ്പാൻ്റെ ഗുണം വേണം. എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് രക്ഷിതാക്കളോട് സംസാരിക്കാനാണ്. ഇവിടെ കുട്ടികളുണ്ടായി എന്നുള്ളത് എൻ്റെ കുഴപ്പമില്ല. എന്നാൽ പിന്നെ ഓലെന്തേലും ചെയ്യാൻ നിർവാഹമുണ്ടോ? അതുമില്ല. ഓല് നമുക്ക് ദ്വാക്ക് ജാപത്തിന് ആവശ്യമാണ്. ഓലിവിടെ ഇരുന്നോട്ടെ. വർത്താനം ഓലോടല്ല, വാപ്പാനോടും ഉമ്മാനോടുമാണ്. ഓലോട് ഇരിക്കട്ടെ, നമുക്ക് ദ്വാക്ക് ജാപത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് ഈ സംസാരം വാപ്പാനോടും ഉമ്മാനോടാണ്. ബാപ്പാൻ്റെ ഗുണം എന്തൊക്കെയാണ് അത് മക്കളിലുണ്ടാവും, ഉമ്മാൻ്റെ ഗുണം എന്തൊക്കെയാണ് അത് മക്കളിലുണ്ടാവും. 6 സംരക്ഷണങ്ങളാണ് മാതാപിതാക്കൾ മക്കൾക്ക് നൽകേണ്ടത്. 6 സംരക്ഷണം. ഒന്നാമത്തേത് ഈമാനിൻ്റെ സംരക്ഷണമാണ്. വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഈമാനാണ് മക്കൾക്കുണ്ടാവുക. ഈമാൻ്റെ സംരക്ഷണമാണ് ഒന്നാമത്തെ സംരക്ഷണം. മാതാപിതാക്കളുടെ ഈമാനിൽ നിന്നാണ് മക്കൾക്ക് ഈമാൻ ലഭിക്കുന്നത്. അതുകൊണ്ട് ഉമ്മയും വാപ്പയും ചെയ്യേണ്ട ആദ്യത്തെ കാര്യം മക്കളുടെ ഈമാൻ സംരക്ഷിക്കണം. യുക്തിവാദം, നിരീശ്വരവാദം, ലിബറലിസം, സർവമത സത്യവാദം, സ്ത്രീപക്ഷപാതം തുടങ്ങി കുറേ വാദങ്ങളാണ്. ഒക്കെ ഈമാനിനെയാണ് ബാധിക്കണേ. മാതാപിതാക്കളാണ് ഈമാനിനെ സംരക്ഷിക്കേണ്ടവർ. മുഅ്മിനീങ്ങളെ, ഹബീബിങ്ങളെ, ഈമാൻ സംരക്ഷിക്കണമെങ്കിൽ ഈമാൻ എവിടെന്നാണ് ഉണ്ടാവുന്നത്, എവിടെന്നാണ് വളരുന്നത്, എവിടെന്നാണ് പുഷ്ടിപ്പെടുന്നത്, ഈമാൻ്റെ അടിസ്ഥാനം എന്തൊക്കെയാണെന്ന് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. വാപ്പാൻ്റെ ഇമ്മാൻ്റെ ഈമാൻ എന്നാണ് മക്കൾക്ക് ഈമാൻ കിട്ടുക. അതുകൊണ്ട് ഈമാൻ്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. എന്താണ് ഈമാൻ്റെ അടിസ്ഥാനം?
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള താല്പര്യമാണ് ഈമാനിൻ്റെ അടിസ്ഥാനം. നബി തങ്ങളോട് എത്ര താല്പര്യമുണ്ടോ അത്ര ഈമാൻ ഉണ്ടാവും. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാത്രം ചെലവിലായിട്ട് ഒറ്റ പള്ളി ഉണ്ടാക്കിയിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വന്തം ചെലവിൽ ഒറ്റ മദ്രസയില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വന്തം ചെലവിൽ ഒറ്റ അറബിക് കോളേജും ഇല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വന്തം ചെലവിൽ ഒറ്റ ഹിഫ്ദ് കോളേജും ഇല്ല. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഹജ്ജിന് പോയ ആൾക്കാർ ഇക്കാലത്തുണ്ടാവും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഉംറക്ക് പോയവർ ഈ ഇരിക്കണേലുണ്ടാവും. ജിദ്ദയിലിരുന്ന് ജോലി, വ്യാഴാഴ്ച ജോലി കഴിഞ്ഞാൽ പിന്നെ ലീവാണ്, അങ്ങോട്ട് കയറി ഉംറ കഴിഞ്ഞ് വെള്ളിയാഴ്ച വൈകുന്നേരം മടങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെ ഉംറക്ക് പോയിട്ടില്ല. പക്ഷേ ഈമാൻ തൂക്കിയാൽ മൂപ്പരതാ തൂങ്ങുക. നമ്മളെ അറബിക് കോളേജും തൂങ്ങൂല, നമ്മളെ ഹിഫ്ദ് കോളേജും തൂങ്ങൂല, നമ്മളെ പള്ളിയും തൂങ്ങൂല, മദ്രസയും തൂങ്ങൂല, യത്തീങ്ങാനും തൂങ്ങൂല. സിദ്ദീഖിൻ്റെ ഈമാനേ തൂങ്ങുള്ളൂ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ സ്വതക്ക കൊടുത്ത ആൾക്കാർ അന്ന് തന്നെ ഉണ്ട്. ഉദാഹരണമാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അന്ന് തന്നെ ഉണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോയപ്പോൾ ചില്ലറ പൈസ കൊടുത്തപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 7000 ദിർഹംസ് കൊടുത്തു. 7000 ദിർഹംസ് കൊടുത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചില്ലറ പൈസ കൊടുത്തപ്പോൾ. അപ്പം എന്താ, അന്ന് തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ സ്വതക്ക കൊടുത്ത ആൾക്കാരുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈമാൻ തൂക്കുമ്പോൾ സിദ്ദീഖുൽ അക്ബറിൻ്റെ ഈമാനേ തൂങ്ങുള്ളൂ. എന്താ കാരണം? മുഹമ്മദ് നബിയോടുള്ള താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഈമാൻ്റെ അടിസ്ഥാനം. അത് എത്രത്തോളം ഞമ്മക്കും നമ്മളെ മക്കൾക്കുണ്ട്, ഈമാൻ അവിടെ എടുക്കും പോവില്ല. അതങ്ങോട്ട് പോയാൽ അതിൻ്റെ ഒപ്പം ഈമാൻ പോകും. നിങ്ങളെല്ലാവരും പരിശോധിച്ചോളൂ കേട്ടോ. മുസ്ലിം ഉമ്മത്തിൽ, അതായത് നമ്മളുള്ള ഈ ഉമ്മത്ത് പറഞ്ഞ സാധനം, മുസ്ലിം ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കമുണ്ടാവാറുള്ള മാസം റബീഉൽ അവ്വൽ മാസമാണ്. ഇതാ വരുന്നു നോക്കിക്കോളൂ നിങ്ങൾ. ഇത് മുഹറമാണ്. സഫർ കഴിഞ്ഞാൽ റബീഉൽ അവ്വലായി. മുഹറം അവസാനമാകുമ്പോൾ തന്നെ തുടങ്ങും മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു. ഈ ഉമ്മത്തിൽ ഏറ്റവും തർക്കം ഉണ്ടാവാറുള്ളത് റബീഉൽ അവ്വലാണ്. നിങ്ങൾ എഴുതി വെച്ചിട്ട് വരുന്നത് റബീഉൽ അവ്വൽ നോക്കിക്കോളി. ഈ മുസ്ലിം ഉമ്മത്തിൽ ഏറ്റവും തർക്കമുണ്ടാവാറുള്ള മാസം റബീഉൽ അവ്വൽ. എന്താ കാര്യം? മുഹമ്മദ് നബി സാധാരണ മനുഷ്യനായി കിട്ടായിട്ടുള്ള അടങ്ങേറ് അവിടെയാണ് ഈമാൻ കിടക്കുന്നത്. പുണ്യനബിയിലാണ് ഈമാൻ കിടക്കുന്നത്. അള്ളാഹുവിൽ വിശ്വാസം വന്നതിൻ്റെ ശേഷം മുഹമ്മദ് നബിയിൽ വിശ്വാസം വരികയല്ല. മുഹമ്മദ് നബിയിൽ വിശ്വാസം വരുമ്പോൾ അള്ളാഹുവിൽ വിശ്വാസം വരികയാണ് ചെയ്യുന്നത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബിനെ വിശ്വസിച്ചപ്പോഴാണ് ഖുർആൻ വിശ്വസിച്ചത്. മുഹമ്മദ് നബിനെ വിശ്വസിച്ചതുകൊണ്ടാണ് മിഅ്റാജ് വിശ്വസിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചതിനാലാണ് അള്ളാഹു ഏകനാണെന്ന് വിശ്വസിച്ചത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബിനെ വിശ്വസിച്ചപ്പോഴാണ് ഖുർആൻ വിശ്വസിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസം വന്നപ്പോഴാണ് അള്ളാഹുവിൽ വിശ്വാസം വന്നത്. ഈമാൻ്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയിലുള്ള വിശ്വാസമാകുന്നു. അതെത്രത്തോളം ഞമ്മക്കുണ്ട്, നമ്മൾ എത്രത്തോളം നമ്മളെ മക്കൾക്ക് അത് കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ച് ഈമാൻ ഉണ്ടാവും. അതുകൊണ്ട് ഈമാൻ സംരക്ഷിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച മുഹമ്മദ് നബി ആവണം സല്ലല്ലാഹു അലൈഹി വസല്ലം. വണ്ടിയിൽ പോകുമ്പോൾ കേൾക്കണ പാട്ട് മുത്തുനബിനെ കുറിച്ചായിരിക്കണം. വണ്ടി പോകുമ്പോൾ എന്തായാലും നമ്മൾ പാട്ട് കേൾക്കുമല്ലോ, മുത്തുനബിനെ കുറിച്ചായിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. സംസാരിക്കുമ്പോഴുള്ള സംസാരം മുഹമ്മദ് നബിനെ കുറിച്ചായിരിക്കണം. അങ്ങനെ നബിതങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായാൽ ഈമാൻ സ്ഥിരപ്പെടും. ഈമാൻ്റെ അടിസ്ഥാനം പുണ്യനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ ബർസഖിയായ ജീവിതത്തിൽ, പാരത്രിക ജീവിതത്തിൽ ആദ്യമായി അനുഭവിക്കുക സക്കറാത്തുൽ മൗത്താണ്. മരണത്തിൻ്റെ സമയത്തുള്ള വേദനയാണ് ആദ്യത്തെ അനുഭവം. കാണാത്ത ലോകത്ത് സംഭവിക്കാൻ പോകുന്നതിൽ ആദ്യത്തെ അനുഭവം സക്കറാത്തുൽ മൗത്താണ്, മരിക്കുമ്പോഴുള്ള വേദന. സത്യത്തിൽ മരിക്കുന്നതിന് മുമ്പായിട്ട് ബോധം നഷ്ടപ്പെടും. മരിക്കുന്നതിന് മുമ്പ് ബോധം പോവുമല്ലോ.
ബോധം പോയാൽ വേദന അറിയൂല എന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ബോധം പോയാലും മരണത്തിന് വേദനയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട്? മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂല എന്ന് വിശ്വാസമുള്ളതുകൊണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് വിശ്വാസമുള്ളത് കൊണ്ടാണ് മരിക്കുമ്പോൾ വേദന ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്, ഖബറിൽ ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നത്, നന്മ തിന്മകൾ എഴുതി വെക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നത്. അതാണ്ട് പോയാൽ അതിൻ്റെ ഒപ്പം ഈമാൻകാരി ആറും പോവും, പിന്നെ ഒന്നും നിൽക്കില്ല. അതുകൊണ്ട് മക്കൾക്ക് ഈമാൻ കൊടുക്കണമെങ്കിൽ മുഹമ്മദ് നബിയെ പഠിപ്പിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിലെ ഡൈനിങ് ഹാളിലെ കബോർഡിൽ നിന്ന് ചട്ടിയും പാത്രം മാറ്റി വെച്ചിട്ട് മുത്തുനബിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ കൊണ്ടുപോയി വെക്കണം. കുറേ ചട്ടിയും പാത്രം ഉണ്ടാവും അവിടെ. അപ്പോൾ നാട്ടുകാരെ കാണിച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ലല്ലോ. ഡൈനിങ് ഹാളിലെ കബോർഡിൽ കുറേ ചട്ടി, അത് അടുക്കളയിലാണ് അതിൻ്റെ സ്ഥലം. ഡൈനിങ് ഹാളിലെ കബോർഡിൽ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലെ കബോർഡിൽ ആര് വന്നാലും വെറുതെ ഇരിക്കാൻ പാടില്ല. വെറുതെ ഇരിക്കുമ്പോൾ എടുത്തു നോക്കാൻ പറ്റുന്ന ബുക്ക് വേണം. കയറി വന്നാൽ നമ്മുടെ സംസ്കാരം നമ്മുടെ വീടറിയിക്കണം. എന്താ നമ്മളെ സംസ്കാരം? ചട്ടിയും പാത്രത്തിൻ്റെ സംസ്കാരമാണെങ്കിൽ അത് വെച്ചോളി. ഇൽമിൻ്റെ സംസ്കാരമാണെങ്കിൽ ഇൽമിൻ്റെ സാധനങ്ങൾ കയറി വരുന്നിടത്ത് വേണം. അതുകൊണ്ട് ആൾക്കാർ വന്ന് വെറുതെ ഇരിക്കുന്ന സ്ഥലത്ത് ഓല് വെറുതെ ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഓൽക്ക് എന്തേലും എടുത്തുങ്ങാണ്ട് നോക്കാൻ ഒരു ബുക്ക് ആ ടീപ്പോയിമേ അതിൻ്റെ അടിയിൽ ആ സൈഡിൽ, അല്ലെങ്കിൽ ഓഫീസ് റൂമിൻ്റെ അലമാറയിൽ, അല്ലെങ്കിൽ പിന്നെ ലിവിങ് റൂമിൻ്റെ സൈഡിൽ, അത് മുത്തുനബിനെ കുറിച്ചായിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് ഈമാൻ കിടക്കണേ. നമ്മൾ പഠിച്ചാൽ തീരാത്ത ഒരു വിഷയം മാത്രമാണ് ലോകത്തുള്ളത്, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഇരിക്കണ നമ്മളെല്ലാവരും ജനിച്ചു വന്ന സമയത്ത് അവിടെ നമ്മളെ അമ്മയുണ്ട്, ഉമ്മാൻ്റെ അമ്മയുണ്ട്, ബാപ്പാൻ്റെ അമ്മയുണ്ട്, പ്രസവം എടുക്കുന്ന ഒരു സ്ത്രീയുണ്ട്. ചുരുങ്ങിയത് 4 എന്തായാലും ഉണ്ടാവുമല്ലോ. ഈ 4 നമുക്ക് ഓർമ്മയില്ല. നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വന്നപ്പോൾ ഉണ്ടായ 4 നമുക്ക് ഓർമ്മയില്ല. എന്നാൽ മുഹമ്മദ് നബി ഭൂമിയിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മുഹമ്മദ് നബിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഓരോ വയസ്സിന് പഠിച്ചാൽ കിട്ടും. 2ാം വയസ്സ് പൂർത്തിയായ ഉടനെ മുലകുടി നിർത്തി. പക്ഷേ നബി തങ്ങൾക്ക് 4 വയസ്സിൻ്റെ ആരോഗ്യമുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 വയസ്സ് പൂർത്തിയായപ്പോൾ മുലകുടി നിർത്തിയിട്ടുണ്ട്. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 4 വയസ്സിൻ്റെ ആരോഗ്യമുണ്ടായിരുന്നു. 6ാമത്തെ വയസ്സിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെങ്കണ്ണ് രോഗം പിടിപെട്ടു. ആ ചെങ്കണ്ണിന് ചികിത്സിക്കാൻ വേണ്ടി അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈദ്യനായ ഹാരിസ് ഇബ്നു കൽദ എന്ന് പറയുന്ന ആളുടെ അടുത്തേക്ക് അക്കാലത്തെ ആളുകൾ കൊണ്ടുപോയി. അപ്പോൾ നബിയുടെ വാപ്പയും മരിച്ചിട്ടുണ്ട്, മുത്തുനബിയുടെ ഉമ്മയും മരണപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ട വൈദ്യനെ കാണിക്കാൻ തീരുമാനിച്ചിട്ട് ഹാരിസ് ഇബ്നു കൽദയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഹാരിസ് ഇബ്നു കൽദ കുട്ടിയെ മുഴുവനായും പരിശോധിച്ചതിന് ശേഷം സ്വന്തം വായയിൽ നിന്ന് ഉമിനീരെടുത്ത് കണ്ണ് തേച്ചെടുത്തു. അസുഖം മാറി. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചാൽ അവസാനിക്കൂല. 4ാം വയസ്സിൽ ഒരിക്കൽ നബി തങ്ങളെ കാണാനില്ലാതായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുൽ മുത്തലിബിൻ്റെ അടുക്കൽ താമസിക്കുകയാണ്. ഹലീമ ബീവിൻ്റെ അടുത്ത് നിന്ന് മടങ്ങി വന്നിട്ട് ഒരു ദിവസം കാണാനില്ല. എവിടെ അന്വേഷിച്ചിട്ടും കാണാനില്ല. അവസാനം അബ്ദുൽ മുത്തലിബ് കഅബയിൽ പോയി ദുആ ചെയ്തു. വറഖത്ത് ഇബ്നു നൗഫലും കൂടെ ഉണ്ടായിരുന്നു. കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് കരഞ്ഞു ദുആ ചെയ്തു. ആ സമയത്ത് എങ്ങു നിന്നോ ഒരു ശബ്ദം കേട്ടു. തിഹാമ എന്ന് പറയുന്ന സ്ഥലത്ത് പൊതുവഴിയിലൂടെ നടക്കുമ്പോൾ ഒരു മരം കാണാം വലതുഭാഗത്ത്. ആ മരത്തിൻ്റെ താഴ്ഭാഗത്ത് മുഹമ്മദുണ്ട് എന്ന് അശരീരി കേട്ടു. അബ്ദുൽ മുത്തലിബും വറഖത്ത് ഇബ്നു നൗഫലും തിഹാമയിലേക്ക് പോയി. തിഹാമയിലെ പൊതു റോഡിൻ്റെ സൈഡിലെ വലതുഭാഗത്തുണ്ടായിരുന്ന മരച്ചോട്ടിലെ മരത്തിൻ്റെ ചില്ലകൾ ഒടിച്ച് നബിതങ്ങൾ കളിക്കുന്നത് കണ്ടു. അവർ നബിതങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. അക്കാലത്തുണ്ടായിരുന്ന മക്കക്കാർ ആടിനെ അറുത്തുകൊണ്ട് മാംസം ദാനം ചെയ്തു സന്തോഷത്താൽ. 4ാം വയസ്സ്. ഇങ്ങനെ ഓരോ വയസ്സെടുത്താലും പഠിച്ചാൽ തീരാത്ത അത്ര സംഗതികളാണ്. നമ്മളെടുക്കും എത്തിയിട്ടില്ല. അതുകൊണ്ട് മുഹമ്മദ് നബിയാണ് ഈമാൻ്റെ അടിസ്ഥാനം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വാപ്പാക്ക് എത്ര ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിനനുസരിച്ച് മക്കൾക്കും ബോധ്യപ്പെടും. ഉമ്മാക്ക് എത്ര ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിനനുസരിച്ച് ഉമ്മാക്കും ബോധ്യപ്പെടും. തന്നെ
ഒരാൾക്ക് 3 മക്കളുണ്ടാവുകയും അതിൽ ആർക്കും മുഹമ്മദ് എന്ന് പേരിടാതിരിക്കുകയും ചെയ്താൽ അവൻ എന്നെ കാണാൻ ശ്രമിക്കരുത് എന്ന് വാരിതായിട്ടുണ്ട്. ഒരാൾക്ക് 3 ആൺകുട്ടികളുണ്ടായി, ഒരാൾക്കും മുഹമ്മദ് എന്ന് പേരിട്ടിട്ടില്ലെങ്കിൽ നാളെ മഹ്ശറിൽ അവൻ എന്നെ കാണാൻ ശ്രമിക്കരുത്. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന തളികയിൽ ഒരാളുടെ പേര് മുഹമ്മദ് എന്നാണെങ്കിൽ ആ ഭക്ഷണത്തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും ബറക്കത്തുണ്ടാകുമെന്ന് അഷ്റഫുൽ ഹൽഖ് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈമാൻ്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കണം. പെരപ്പണി കഴിഞ്ഞിട്ട്, വീട് പണി കഴിഞ്ഞിട്ട്, കുടിയിരിക്കൽ തീരുമാനിച്ചിട്ട്, കുടിയിരിക്കലിൻ്റെ മുന്നേ അങ്ങാടി പോയിട്ട് 350 ഉറുപ്പ്യ കൊടുത്തിട്ട് നല്ല റോസാപ്പൂവിൻ്റെ ചെടി 3 എണ്ണം കൊടുത്തിട്ട് അതിങ്ങനെ കുഴിച്ചിടുമ്പോൾ മൂത്ത മോൻ വന്നിട്ട് ചോദിച്ചു, വാപ്പാ കുടിയിരിക്കലിന് വരുമ്പോൾ എല്ലാവരും ചവിട്ടി കേടെടുത്തൂലേ, കുടിയിരിക്കൽ കഴിഞ്ഞിട്ട് പോരേന്ന് ചോദിച്ചപ്പോൾ വാപ്പ പറഞ്ഞു, മോനെ കുടിയിരിക്കണതിൻ്റെ മുമ്പ് 3 റോസാക്കൊമ്പ് ഇവിടെ നിന്നോട്ടെ, മുത്തുനബിയുടെ ശരീരത്തിന് റോസാപ്പൂവിൻ്റെ മണമാണ് ഉണ്ടായിരുന്നതെന്ന് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റിയാൽ അതാണ് മുഹമ്മദ് നബിയുമായിട്ടുള്ള ബന്ധം. അത് നമ്മളെല്ലാ ജീവിതത്തിലും കാണണം. അപ്പോൾ മക്കളുടെ ഈമാൻ ഉറച്ചിക്കും. ഈമാൻ ഉറപ്പിക്കാൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, മുഹമ്മദ് നബിയോടുള്ള താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് മക്കൾക്ക് കൊടുക്കേണ്ട സംരക്ഷണം ഇൽമിൻ്റെ സംരക്ഷണമാണ്. വിവരം സംരക്ഷിക്കപ്പെടണം. വിവരം ഉണ്ടായാൽ പോരാ, വിവരം സംരക്ഷിക്കപ്പെടണം. കേടരിനെ മുഴുവൻ ആൾക്കാരും പരിശോധിച്ചോളി, വിവരമുള്ള ഒരാളോ പത്രം എടുത്തിങ്ങനെ നോക്കിയാൽ മതി. കുരുത്തക്കേട് കാട്ടുന്നതൊക്കെ ആരാണ്? വിവരമില്ലാത്തവരല്ല, ഒക്കെ വിവരമുള്ളവരാ. എന്താ കാരണം? വിവരം സംരക്ഷിക്കപ്പെട്ടില്ല എന്നതാണ് കാരണം. എപ്പോഴാണ് ഇൽമ് സംരക്ഷിക്കപ്പെടാതിരിക്കുന്നത്? ഭൗതികമായ വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് ആത്മീയമായ വിജ്ഞാനത്തിന് വളർച്ച ഉണ്ടായില്ലെങ്കിൽ ഇൽമ് സംരക്ഷിക്കപ്പെടുകയില്ല. ഞാനീ പറയണത് സുഹൃത്തുക്കളെ, ഹബീബിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഭൗതികമായ വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനത്തിന് വളർച്ച ഉണ്ടായില്ലെങ്കിൽ ഇൽമ് സംരക്ഷിക്കപ്പെടുകയില്ല. ഭൗതിക വിജ്ഞാനം കൂടി MBA കഴിഞ്ഞു, ആത്മീയ വിജ്ഞാനം 5ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ചോരുമ്പോൾ തൂങ്ങാണ്. ഇപ്പോഴും വെള്ളിയാഴ്ചത്തെ പള്ളിക്കത്തെ ഒരു വായതും കൂടിയും കേൾക്കൂല, ഇൽമ് സംരക്ഷിക്കപ്പെടില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് പഠിക്കാൻ വഴിയില്ലെന്ന് പറയാൻ പറ്റൂല. മൊബൈലില്ലാത്തൊരു മനുഷ്യനും ഇല്ലല്ലോ. മൊബൈലുണ്ടല്ലോ വഴി, വേറെ ഒന്നും വേണ്ടല്ലോ. മൊബൈലില്ലാത്ത ആരുമില്ല. പഠിക്കണമെന്ന് വിചാരിച്ചാൽ വഴി മൊബൈലിലുണ്ട്. അതിനകത്തൊന്നും പഠിക്കാൻ മാത്രം ഇല്ല എന്ന് തോന്നിയതാണ് നമുക്ക്. ഭൗതിക വിജ്ഞാനം എത്ര പുരോഗമിച്ചാലും ഒരു കുഴപ്പമില്ല. പക്ഷെ അതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനം ഇങ്ങനെ പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇൽമ് സംരക്ഷിക്കപ്പെടാതെ പോകും. കാരണം വിവരം ഇല്ലാത്തവൻ്റെ സംശയവും വിവരം ഉള്ളവൻ്റെ സംശയവും ഒരുപോലെ ആയിരിക്കൂല, വ്യത്യാസം ഉണ്ടാവും. ഇന്നലെ മിഞ്ഞാന്ന് എന്നോട് വാട്സപ്പിൽ ഒരാൾ ചോദിച്ചു, സുർക്ക കൂട്ടിയാലേ മൂത്രക്കടച്ചിലുണ്ടാവും, പെണ്ണുങ്ങൾക്ക് അസ്ഥി ഉരുക്കം, വെള്ളപോക്ക് എന്ന് പറഞ്ഞാൽ വയറ് കാളിച്ചെന്ന് പറഞ്ഞ അസുഖം ഉണ്ടാവും സുർക്ക കൂട്ടിയാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ സുർക്ക നല്ല കൂട്ടാനാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പരസ്പര എതിരായില്ലേ എന്നാണ് ചോദ്യം. നല്ല ചോദ്യമാണ്. ആർക്കേ ഈ ചോദ്യം വരുള്ളൂ? സുർക്ക കൂട്ടിയാൽ പെണ്ണുങ്ങൾക്ക് വയറ് കാളിച്ചുണ്ടാവുമെന്ന് പഠിച്ചോനെ ഈ ചോദ്യം വരുള്ളൂ, അല്ലാത്തതിന് വരില്ല. ഭൗതിക വിജ്ഞാനം കൂടുന്നതിനനുസരിച്ചുള്ള ചോദ്യവും ഭൗതിക വിജ്ഞാനം കുറയുന്നതിനനുസരിച്ചുള്ള ചോദ്യവും വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഭൗതിക വിജ്ഞാനം കൂടുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനം കൂടണം. പറഞ്ഞതുകൊണ്ട് മറുപടി പറയാമെന്നുള്ളൂ. സുർക്ക കൂട്ടുന്നത് പഠിപ്പിക്കൽ ഇപ്പോഴത്തെ ഉദ്ദേശമല്ല. എന്നാലൊരു ഇഷ്കാലം ഉണ്ടാക്കിയിട്ടാൽ പിന്നെ മറുപടി പറയണമല്ലോ, അതുകൊണ്ട് പറയാമെന്നേ ഉള്ളൂ. ഇവിടുത്തെ ഉദ്ദേശം അതല്ല. ഉദ്ദേശം ഭൗതിക വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് ആത്മീയത വളരണം. ചെറുങ്ങനെ മതി, വലിയ വലുപ്പമൊന്നും വേണമെന്നില്ല, ചെറുങ്ങനെ മതി. ഇന്നത്തെ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇൻ്റെ ഉസ്താദ് എന്ന കാഴ്ചപ്പാടില്ല.
ഇൻ്റെ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് ആളില്ല. അത് വലിയ പ്രശ്നമാണല്ലോ. ഒരു ഇൻ്റെ ഉസ്താദ് പഴയ ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പം എനിക്ക് നല്ല പ്രായം ചെന്ന് മരണപ്പെട്ട ഒരു കുഞ്ഞാലനാജി എന്ന് പറഞ്ഞ ഒരാളെ പരിചയമുണ്ട്. മൂപ്പര് മരിക്കണത് വരെ മൂപ്പര ഉസ്താദിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. കുന്നത്തള്ളിയിലെ മഹമ്മൂലിയർ പറഞ്ഞ ആളാണ് മൂപ്പര ഉസ്താദ്. എന്ത് വിഷയം പറഞ്ഞാലും പറയും കുന്നത്തള്ളിയിലെ മഹമ്മൂലിയർ ഇങ്ങനെയല്ല പറഞ്ഞത് പറയും. അതാണ് എൻ്റെ ഉസ്താദ് എന്ന ബോധം പുതിയ തലമുറക്കില്ല. എന്നാൽ എല്ലാവരും ഉസ്താദ്മാരല്ലേ? ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 8ാം ക്ലാസ്സിൽ ആരെയാണ് പഠിപ്പിച്ചതെന്ന് വെച്ചാൽ കണ്ണടച്ച ആൾ അറിയും എന്നെ. ഇൻ്റെ ഉസ്താദില്ല, ഇൻ്റെ ഉസ്താദ് എന്ന് പറഞ്ഞൊരാളില്ലാതായി. അത് വലിയൊരു വിഷയം തന്നെയാണ്. അതുണ്ടാവണം. പഴയ തലമുറക്കുണ്ട്. ഏത് കന്നൂട്ടുകാരനാണെങ്കിലും ഒരു ഫത്വൽ മൊയ്ൻ 10 പേജ് ഓതാത്ത ആരും പഴയ തലമുറയിലില്ല. ഓൽക്കൊരു ഇൻ്റെ ഉസ്താദും ഉണ്ടാവും. ഏത് തെങ്ങമ്മക്കാരൻ ആളാണെങ്കിലും റിയാദുസ്സാലിയിൽ കുറച്ച് ഹദീസ് ഓതാത്ത ആരും ഉണ്ടാവില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് 2 സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഒരു 5ലെ സർട്ടിഫിക്കറ്റും ഒരു 7ലെ സർട്ടിഫിക്കറ്റും. മയ്യത്ത് നിസ്കാരത്തിന് 4ാമത്തെ തക്ബീർ ഉണ്ട്. ഞാൻ എന്താണെന്ന് ഓർമ്മയില്ല എന്ന് മാത്രം. പഴയ തലമുറക്ക് ആ പ്രശ്നമില്ല. എന്താ കാരണം? ഇൻ്റെ ഉസ്താദ് ഉണ്ട്, തെറ്റിയെ പോയി ചോദിക്കാൻ പറ്റും. യാസീൻ ഓതുമ്പോൾ കാണാം പൊട്ടി തിരിച്ചമാതിരി തുടങ്ങിയോട് തന്നെ ഇൻ്റെ ഉസ്താദ് ഉണ്ടെങ്കിൽ ചെവിക്കിന് പിടിച്ച് തിരുമ്പും. അതില്ല, അതന്നെ പ്രശ്നം. യാസീൻ ഓതാൻ കഴിയൂല. മൊബൈലില്ലെങ്കിൽ കാണായിരുന്നു യാസീൻ. തീർന്നിട്ടൂല. അതന്നെ യാസീനോട് തീരണ്ടേ. കുറച്ചനെ കഴിഞ്ഞാൽ കാണാൻ ആയത്തുൽ അറുദുൽ മൈത്തത്തു കണ്ടെന്നെ. പിന്നെ ദേശമൊക്കെ ഒന്നാണ്ട് ജീവൻ വെച്ച് ഇങ്ങനെ പോകുമ്പോൾ കാണാൻ ആയത്തുൽ അറുദുൽ മൈത്തത്തു ഇങ്ങോട്ടന്നെ. ഇൻ്റെ ഉസ്താദ് ഉണ്ടെങ്കിലോ ചെവിയുടെ കുന്നിക്കിന് പിടിക്കും. അതന്നെ, ആ സാധനമില്ല. അപ്പം അതുകൊണ്ട് ഭൗതിക വിജ്ഞാനം എത്ര വളർന്നാലും ഒരു കുഴപ്പമില്ല, വളരെ നല്ലതാണ്. ഭൗതിക വിജ്ഞാനം വളരുന്നതിനനുസരിച്ചുള്ള സംശയങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ആ സംശയങ്ങൾ അപ്പോൾ തീർക്കാൻ പറ്റിയ ആളുണ്ടായിരിക്കണം. അതാണ് ഇൽമിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞത്. പറഞ്ഞതിൻ്റെ മറുപടി പറയാം. പറഞ്ഞതിൻ്റെ മറുപടി പറഞ്ഞാൽ പിന്നെ ആദ്യം നമ്മൾ എന്തുവാണെന്ന് വെച്ചാൽ ഏത് ഹദീസിൽ സംശയം ഉണ്ടായാലും, ഇതൊരു പൊതുവായ തത്വമാണ്. ഏത് ഹദീസിൽ സംശയം ഉണ്ടായാലും മറ്റെവിടേക്കും പോകുന്നതിന് മുമ്പ് ആ ഹദീസ് ഏതാണെന്ന് തന്നെ പരിശോധിക്കണം. ഫസ്റ്റ് അതാ വേണ്ടത്. എന്നിട്ടാണ് തത്തുല്യമായ ഹദീസുകളും അതിനെക്കുറിച്ച് അയിമ്മത്തുകൾ പറഞ്ഞ അഭിപ്രായങ്ങളും അങ്ങനെ പോകേണ്ടത്. ഈ ഹദീസ് ഏതാണെന്ന് ആദ്യം പരിശോധിക്കുക. കുട്ടികളാണ്, സാരല്ല. ഈ ഹദീസ് ആദ്യം പരിശോധിക്കുക. ഇതെന്താ സംഭവിച്ചാൽ വളരെ സ്വഹീഹ ഹദീസാണ്. ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വന്നു. ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭാര്യയോട് ചോദിച്ചു, ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. അതിൽ ഭാര്യ പറഞ്ഞു, നബിയെ ഇവിടെ കഴിക്കാൻ പറ്റിയ ഒന്നുമില്ല പറഞ്ഞു. ഒന്നുമില്ലേന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഉണങ്ങിയ റൊട്ടി ഉണ്ട് പറഞ്ഞു. ഇന്നലത്തെ ഉണക്കി സൂക്ഷിക്കും, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണതിന് പകരം ഉണക്കി സൂക്ഷിക്കും. ഉണങ്ങിയ റൊട്ടി ഉണ്ട് പറഞ്ഞു. ആ, ഉണങ്ങിയ റൊട്ടി നല്ല പിന്നെ തിന്നാൻ പറ്റിയ സാധനമല്ല, കൊണ്ടുവരാറുണ്ട്. ഇതിക്ക് കൂട്ടാൻ തരുണ്ടോ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നബിയെ കൂട്ടാൻ ഒന്നുമില്ലേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സുർക്കുണ്ട് പറഞ്ഞു. അതിൽ പറഞ്ഞു, നിഅമൽ ഉദുമു അൽ ഖല്ലു, സുർക്ക നല്ല കൂട്ടാനാണല്ലോ കൊണ്ടുവരിക പറഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? വേറൊന്നുമില്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ സംഗതി അത്രയേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എത്രയാണ്? വേറെ ഒന്നുമില്ലെങ്കിൽ സുർക്ക. അപ്പോൾ പെരയിൽ എപ്പോഴും സുർക്ക കുറച്ച് ഉണ്ടായാൽ നല്ലതാണ്. വേറെ കൂട്ടാനൊന്നുമില്ലെങ്കിൽ അച്ചാറ് തൊട്ടുകൂട്ടാൻ പറ്റും എന്നല്ലേ അതിന് കിട്ടണുള്ളൂ. ഇതാർക്കേ മനസ്സിലാവുള്ളൂ? സുർക്കൊണ്ട് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായ ആൾക്ക്. ഭൗതിക വിജ്ഞാനം വളരുമ്പോൾ സംശയങ്ങൾ കൂടും. അതുകൊണ്ട് ആത്മീയ വിജ്ഞാനത്തിൻ്റെ ടച്ച് വിടാൻ പാടില്ല. നമ്മളിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത് മദ്രസയിലാണല്ലോ. ഇവിടുത്തെ 1ാം ക്ലാസ്സിൽ എൻ്റെ ഒരു ധാരണ അനുസരിച്ചൊരു 40 കുട്ടികൾ എന്തായാലും ഉണ്ടായിരിക്കും. ഇവിടെ 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ മിക്കവാറും +2 ഉണ്ടെങ്കിൽ എന്തായാലും 4 കുട്ടികളാണ് +2ൽ ഉണ്ടാവുക. എൻ്റെ ഒരു ധാരണ പറയട്ടെ, ഞാൻ ചോദിച്ചിട്ടില്ല, അങ്ങനെയാണ് സ്വതവേ ഉണ്ടാവുക. കേരളത്തിൽ ശിശുമരണം വളരെ കുറവാണ്. ഇന്ത്യയിൽ തന്നെ ഇല്ല, പഴയ കാലത്ത് ഉണ്ടായിരുന്നു ഇത്രേ, ഇപ്പം ഇല്ല. കേരളത്തിൽ കുട്ടികളെ മരണം വളരെയധികം കുറവാണ്. മരിച്ചു പോയതല്ല, പിന്നെന്തെന്നെയാണ്? വേണ്ടാന്ന് വെച്ചാൽ തന്നെയാണ്. 5ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ കുറേ ആൾക്കാർ വേണ്ടാന്ന് വെച്ചു. 7ലെ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ ഇനി ഏതായാലും വേണ്ട വെച്ചു.
10ലെ സർട്ടിഫിക്കറ്റ് കിട്ടപ്പോൾ അപ്പോൾ വലിയ കുട്ടിയായി, ഇനി എന്തായാലും വേണ്ടാന്ന് തീരുമാനിച്ചു. വലിയ കുട്ടിയാവുമ്പോഴാണ് സംശയം കൂടുക. അപ്പത്തിന് നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. നമ്മളെ മലബാർ ഏരിയയിലൊക്കെ മുമ്പ് പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ ഉസ്താദ്മാർക്ക് തുണിയും കുപ്പായും കിട്ടുമായിരുന്നു. ഇപ്പോൾ കിട്ടലില്ല, മുമ്പ് കിട്ടിയിരുന്നു. ആ തുണിയും കുപ്പായം ആർക്കേ കിട്ടുള്ളൂ അറിയോ? ഒരു 8ാം ക്ലാസ്സിന് മേലെ പഠിപ്പിച്ച ഉസ്താദ്മാർക്കേ കിട്ടുള്ളൂ. എന്താ കാരണം? അതിനെയാണ് ഉസ്താദായി പരിഗണിക്കുന്നുള്ളൂ എന്നതാണ് കാരണം. ഇപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന ആൾക്കാരോട് നിങ്ങളെ ഉസ്താദിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ 12 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പഠിപ്പിച്ച ഉസ്താദിൻ്റെ പേര് പറയാനേ കഴിയുള്ളൂ. എന്താ കാരണം? അപ്പോഴാണ് ഞാൻ ഈ പഠിക്കണത് എനിക്കാണെന്ന് തോന്നുക. അപ്പോൾ അതിന് 2 സർട്ടിഫിക്കറ്റ് കിട്ടും. ഒന്ന് 5ലെ സർട്ടിഫിക്കറ്റും ഒന്ന് 7ലെ സർട്ടിഫിക്കറ്റും. അത് റബീഉൽ അവ്വൽ 12-ന് ഉസ്താദ്മാർ ഫ്രെയിം ചെയ്തിട്ടുണ്ട് തരും. കൊണ്ടുപോയാണ് തൂക്കിങ്ങാണ്ട് അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ. ഇതാണ് സംഭവം. ഇൽമ് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഭൗതിക വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനം വളരണം. അതിനെന്തെങ്കിലും വഴി ഉണ്ടാക്കിയേ പറ്റുള്ളൂ. വായന അല്ലെങ്കിൽ സെർച്ച് ചെയ്യാം. ഇന്ന് ഓൺലൈനിൽ ചെയ്യാൻ പറ്റിയ ഒരുപാട് കോഴ്സുകളുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. എന്തായാലും പഠനം നിർത്തിയ കുഴപ്പമൊന്നുമില്ല. 3ാം ക്ലാസ് മദ്രസയിൽ പോയി, 3ാം ക്ലാസ് സ്കൂളിലും പോയി. അങ്ങനെ ഓന് മടാള വെച്ചിങ്ങനെ പൊന്ത വെട്ടി ഇങ്ങനെ വരികയാണ്. പൊന്ത വെട്ടാൻ പോയിട്ട് തൊടുക്ക് പൊന്ത വെട്ടാൻ പോയിട്ട് മടാളും കയ്യെ പിടിച്ചിട്ട് പൊന്ത വെട്ടി ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഓനോട് ചെന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, എടോ നീ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പൊന്ത വെട്ടി വരികയാണ്. അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ തെളിവെന്താന്ന് ചോദിച്ചു. 3ാം ക്ലാസ് മദ്രസയും 3ാം ക്ലാസ് സ്കൂളും. ഓൻ്റെ അടുത്തുള്ള ആ മടാൾ ഇങ്ങോട്ട് നേരെ പിടിച്ചിട്ട് ദേശം അടുത്തേക്ക് പോവാ, തെളിവ് ഞാനൊക്കെ ഇപ്പോൾ പറഞ്ഞുതരാൻ അറിയും. ഓൻ്റെ ഈമാൻ പോവില്ല. വിവരമില്ലാത്തവൻ്റെ ഈമാനല്ല പോയത്, ഈമാൻ പോണത് വിവരമുള്ളവൻ്റെയാണ്. എന്തേ കാരണം? ഇൽമിൻ്റെ സംരക്ഷണം നടക്കാതെ പോയി. ഇൽമിൻ്റെ സംരക്ഷണം എന്നാൽ ഭൗതിക വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനത്തിൻ്റെ വളർച്ച ഇല്ലാതെ പോയതാണ്. അപ്പോൾ 1 ഈമാൻ്റെ സംരക്ഷണം, 2 ഇൽമിൻ്റെ സംരക്ഷണം, 3ാമത്തേത് ശരീരത്തിൻ്റെ സംരക്ഷണം. മാതാപിതാക്കൾ പഠിപ്പിക്കേണ്ടതാണ്. ശരീരം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യക്കാരിൽ പെട്ട തന്നെയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് വൃത്തിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് വൃത്തിയാണ്. വൃത്തി മാതാപിതാക്കൾ പഠിപ്പിക്കണം. എന്നാൽ വസ്വാസോട്ടാകാനും പറ്റൂല. വൃത്തി എന്നും പറഞ്ഞുകൊണ്ട് ടാങ്കിത്തെ വെള്ളം മൊത്തം കഴിഞ്ഞ് കുളിച്ചപ്പോൾ അത് പറ്റൂല. അത് വസ്വാസം, അത് വൃത്തിയല്ല. അതേസമയത്ത് വൃത്തി മക്കളെ മാതാപിതാക്കൾ പഠിപ്പിക്കണം. എങ്ങനെ വൃത്തി പഠിപ്പിക്കുക? വൃത്തി പഠിപ്പിക്കാനുള്ള ഏറ്റവും ഷോർട്ടായ മെത്തേഡ് ചെരിപ്പ് വൃത്തിയാക്കാൻ പഠിപ്പിക്കലാണ്. ചെരിപ്പ് വൃത്തിയുണ്ടെങ്കിൽ കാല് വൃത്തി ഉണ്ടായിരിക്കും, കാല് വൃത്തിയുണ്ടെങ്കിൽ ശരീരം വൃത്തി ഉണ്ടായിരിക്കും. ചെരിപ്പ് വൃത്തിയാക്കാൻ വേണ്ടി പഠിപ്പിക്കലാണ് ഏറ്റവും ഷോർട്ടായ വഴി. അപ്പോൾ ശരീരത്തിൻ്റെ സംരക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൃത്തിയാക്കാൻ പഠിപ്പിക്കുക എന്നതാണ്. ഇപ്പോൾ ആരും താഴത്തേക്ക് നോക്കണ്ട, എൻ്റെ മുഖത്ത് നോക്കിയാൽ മതി. ഇപ്പോൾ താഴത്തേക്ക് പോയിട്ട് എനിക്ക് ഇവിടുന്ന് പോകണ്ടേ? അത് കഴിഞ്ഞിട്ട് ഇപ്പം എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കിയാൽ മതി. നിങ്ങൾ നോക്കണം, പിന്നെ ഇപ്പോൾ നോക്കണ്ട, അവനെൻ്റെതെങ്കിലും നോക്കണം. ഇപ്പോൾ നോക്കണ്ട, പിന്നെ നോക്കിയാൽ മതി. സംഭവം ശരിയാണ്. ചെരുപ്പ് എപ്പോഴും വൃത്തി ഉണ്ടായിരിക്കണം. ചെരുപ്പ് വൃത്തി ഉണ്ടെങ്കിലേ ശരീരം വൃത്തി ഉണ്ടാവുള്ളൂ. ശരീരം വൃത്തിയാവുന്നതിന് ഏറ്റവും അപ്പം മക്കളിത് മക്കളെ പഠിപ്പിക്കണം. വൃത്തി പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെരുപ്പ് വൃത്തിയാക്കി പഠിപ്പിക്കണം. നല്ല വൃത്തിയുള്ള തേച്ച് കഴുകിയ ചെരുപ്പിട്ടിട്ട് അങ്ങനെ പഠിപ്പിക്കണം. എന്നാൽ ശരീരം മൊത്തം അതാണ് വൃത്തി. അപ്പോൾ ശരീരത്തിൻ്റെ സംരക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. പിന്നുള്ളത് ബുദ്ധിയുടെ സംരക്ഷണമാണ്. ബുദ്ധിയുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കാതിരിക്കലാണ് ഇന്നത്തെ കാലത്തെ ബുദ്ധിയുടെ സംരക്ഷണം. കാരണം മയക്കുമരുന്ന് ബുദ്ധിയെയാണ് സ്വാധീനിക്കുന്നത്. അത് ശരീരത്തെയല്ല, ബുദ്ധിയെയാണ് സ്വാധീനിക്കുന്നത്. മയക്കുമരുന്നിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താപ്പോൾ കാട്ടുക എന്നാണ് നമുക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ളത്. എന്താപ്പോൾ കാട്ടുക? കാട്ടാനുള്ളതൊന്നുമില്ല. അവനാൻ്റെ മക്കളെ അവനാൻ നല്ലോണം ശ്രദ്ധിക്കുക, അടയാളങ്ങളെ സൂക്ഷിക്കുക. ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അടയാളം ഉണ്ടാവും. അടയാളമില്ലാതെ ലഹരി ഉപയോഗിക്കാൻ കഴിയില്ല. ഏത് ലഹരി പദാർത്ഥമാണെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുവോ അടയാളമുണ്ടായിരിക്കും. കുട്ടികളെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ല അടയാളം പാൻസ് തിരുമ്പാൻ വേണ്ടി കഴിച്ചിടുമ്പോൾ പോക്കറ്റ് വാസനിച്ച് നോക്കിയാൽ
ചന്ദനത്തിരിയുടേത് പോലെയുള്ള ഒരു വാസന തോന്നുന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട അടയാളമാണ്. ഉമ്മാർക്ക് നോക്കാൻ പറ്റിയ അടയാളമാണ്. പിന്നെ ഇത് കേൾക്കണ കുട്ടികൾ ഇവിടെ ഉണ്ടാവും. ഓലെന്നഞ്ഞ് പാൻറ്റിൻ്റെ പോക്കറ്റിൽ വെക്കണ്ടെന്ന് തീരുമാനിച്ചേക്കാം. അത് ഇതിൻ്റെ ഒരു പരിമിതിയാണ്. നമ്മളവിടെ കുട്ടികളല്ല വിളിച്ചത്, നമ്മൾ വാപ്പാരിമാരെയാണ് വിളിച്ചത്. അതിൻ്റെ സംഗതി അതിൻ്റെ ഒരു പരിമിതിയാണ്. ഇപ്പം നമുക്ക് നിർവാഹമൊന്നുമില്ല. എന്തായാലും പോക്കറ്റ് വാസനിച്ച് വെക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. വിയർപ്പിൻ്റേതല്ലാതെ ചന്ദനത്തിരിയുടേത് പോലെയുള്ള ഒരു വാസന തോന്നുന്നുണ്ടെങ്കിൽ സംതിങ് റോങ്, എന്തോ സംഭവിക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകണം. അടയാളങ്ങൾ നോക്കി ലഹരിയുടെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലായാൽ ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം. എന്താ ശാസ്ത്രീയമായ ചികിത്സ? മദ്യം മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളുകളെ ചികിത്സിക്കുന്ന സ്ഥാപനത്തിന് പറയുന്ന പേരാണ് ഡി അഡിക്ഷൻ സെൻറ്റർ. എല്ലായിടത്തും ഉണ്ട്, ഗവൺമെൻറ്റും ഉണ്ട്, പ്രൈവറ്റും ഉണ്ട്, എല്ലായിടത്തും. ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. ഡി അഡിക്ഷൻ സെൻറ്റർ നിയർ മീ, എൻ്റെ തൊട്ടടുത്തുള്ള ഡി അഡിക്ഷൻ സെൻറ്റർ എന്ന് ഗൂഗിളിൽ അടിച്ചാൽ ഏറ്റവും തൊട്ടടുത്തുള്ള ഡി അഡിക്ഷൻ സെൻറ്റർ കിട്ടും. ഒരു മടി വിചാരിക്കാതെ കൊണ്ടുപോവുക. പെട്ടില്ലേ, പിന്നെ മടിച്ചിരുന്നൊരു കാര്യമില്ല, കൊണ്ടുപോവുക. കൗൺസിലിംഗ് കൊണ്ട് മതിയാക്കാൻ പറ്റുന്നതാണെങ്കിൽ കൗൺസിലിംഗ് മതിയാവും. ചിലതിന് മരുന്ന് വേണ്ടി വരും, അതിന് മെഡിക്കേഷൻ എന്നാണ് പറയുക. മെഡിക്കേഷൻ വേണമെങ്കിൽ മെഡിക്കേഷൻ സ്വീകരിക്കണം. കൗൺസിലിംഗ് കൊണ്ട് മതിയാകുന്ന തരത്തിലാണെങ്കിൽ കൗൺസിലിംഗ് കൊണ്ട് മതിയാക്കാം. പുതിയ ലഹരികളൊന്നും കൗൺസിലിംഗ് കൊണ്ട് മതിയാവുന്നതല്ല. കാരണം ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ അഡിക്ഷൻ ഉണ്ടാകുന്നതാണ് പുതിയ ലഹരി പദാർത്ഥങ്ങൾ. പണ്ടത്തെ കള്ളൊക്കെ ഒരു വട്ടം കുടിച്ചു വെച്ചിട്ടൊന്നും കുടിയാനാവില്ല, രണ്ടോട്ടം കുടിച്ചാലും കുടിയാനാവില്ല. ഇന്ന് അങ്ങനെയല്ല. പുതിയ ലഹരി പദാർത്ഥങ്ങൾ സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങളാണ്, കെമിക്കലുകളാണ്. ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ അഡിക്ഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ ഓൻ അതിന് അഡിക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ കൗൺസിലിംഗ് കൊണ്ട് മാത്രം മാറാൻ കഴിയുകയില്ല. അതുകൊണ്ട് മരുന്ന് വേണ്ടി വരും. മരുന്ന് കഴിച്ച് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ എവിടെ നിന്നാണോ ഈ സംഭവം തുടങ്ങിയത് അങ്ങോട്ട് തിരിച്ചു പോകാൻ പാടില്ല. കാരണം ഇത് ശൈത്താനീയത്താണ്, മടങ്ങി വരുന്നതാണ്. ലഹരിയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ സാധനം ശൈത്താനീയത്താണ്, പൈശാചികമാണ്. അതുകൊണ്ട് ആദ്യം വന്ന വഴിക്ക് പിന്നെയും പോയാൽ മടങ്ങി വരും. അതായ സംഗതിയുടെ ഒരു പ്രത്യേകതയാണത്. കള്ളുടിയൻ എവിടെ ചെന്നാലും കള്ളുചാപ്പ് കാണും. ഒരു കള്ളുടിയൻ ചങ്ങായി എവിടെ ചെന്നാലും അതാ മൂന്നാമത്തെ വളവിൽ ചെറിയൊരു ഷാപ്പുണ്ട് എന്നവൻ കാണാം. ചായപിടിക്കാരനോ, ചായപിടിക്കാരൻ എവിടെ ചെന്നാലും ചായപ്പീടിയ കാണാം. നിക്കരിച്ചനോ എവിടെ ചെന്നാലും പള്ളിയെ കാണുക. അതിൻ്റെ പ്രത്യേകത. അപ്പോൾ കള്ളുടിയൻ എവിടെ ചെന്നാലും കള്ളുചാപ്പ് കാണും. അപ്പോൾ അതുകൊണ്ട് അഡിക്ഷൻ ഉണ്ടായാൽ ഇങ്ങനെ തന്നെ ശാസ്ത്രീയമായ ചികിത്സ കൊടുത്ത് മാറ്റിയെടുത്ത് മാറുന്നതാട്ടോ. അഡിക്ഷൻ മാറും, മാറാത്ത സുഖമല്ല, മാറും. പക്ഷെ മാറിയാൽ പിന്നെ ആ വഴിക്ക് വിടാൻ പറ്റില്ല, തിരിച്ചു വരും. അതുകൊണ്ട് എത്ര ഉറുപ്പ്യൻ്റെ നഷ്ടം ഉണ്ടായാലും, ഏത് ഹോസ്റ്റലിൽ നിന്ന് പോരേണ്ടി വന്നാലും, ഏത് ജോലി നഷ്ടപ്പെട്ടാലും, എത്ര പണം ചിലവായാലും ആ വഴിക്ക് പിന്നെ പോകാൻ പാടില്ല. പോയാൽ മടങ്ങി വരുന്ന അസുഖമാണ്. ഇതാണ് ആ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. ഇതാണ് ബുദ്ധിയുടെ സംരക്ഷണം എന്ന് പറയുന്നത്. ഇനിയുള്ള ഒരു കാര്യം അഭിമാനത്തിൻ്റെ, സ്വഭാവത്തിൻ്റെ സംരക്ഷണമാണ്. മാതാപിതാക്കളുടെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയാണ് മക്കളുടെ സ്വഭാവം ഇരിക്കുന്നത്. പാപ്പാൻ്റെയും ഉമ്മാൻ്റെയും സ്വഭാവം എന്താ വെച്ചാൽ അതന്നെയാണ് മക്കൾക്കും സ്വഭാവമായിട്ടുണ്ടാകുക. ഈ സ്വഭാവം സംരക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഭിമാനം സംരക്ഷിക്കുക എന്നത്. മനുഷ്യൻ്റെ അഭിമാനം വളരെ വിലപ്പെട്ടതാണ്. ഹജ്ജത്തുൽ വദാഇൻ്റെ അന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസംഗത്തിലെ വളരെ പ്രധാനപ്പെട്ട കണ്ടൻ്റായിരുന്നു അഭിമാനത്തെക്കുറിച്ചുള്ള സംസാരം. ഇന്നത്തെ ഈ ദിവസം, ഇന്നത്തെ ഈ മാസം, ഇന്നത്തെ ഈ സ്ഥലം എത്ര പവിത്രമാണോ അതിനേക്കാൾ പവിത്രമാകുന്നു നിങ്ങളുടെ അഭിമാനമെന്ന് ഷഫീഉന ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൻ്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മക്കൾക്ക് വലിയ അഭിമാനബോധം പഠിപ്പിക്കണം. എന്താ അഭിമാനബോധം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ കാദൽ ഫഖ്റു അൻ യകൂന കുഫ്റ എന്ന ഹദീസിലുണ്ട്, ദാരിദ്ര്യം ഒരു മനുഷ്യനെ കാഫിറാക്കിയേക്കും എന്ന്. എന്തുകൊണ്ടാണ് ദാരിദ്ര്യം കുഫ്രിയത്തിലേക്ക് കൊണ്ടുപോകണമെന്നറിയോ? ദാരിദ്ര്യമുണ്ടായാൽ അഭിമാനം നഷ്ടപ്പെടും എന്നതാണ് കാരണം. അതായത് ഫക്കീറായാൽ ഓൻ എല്ലാവരുടെ പോയി കൈയാട്ടും, അഭിമാനം നഷ്ടപ്പെടും. അതേസമയത്ത് മിസ്കീൻ അഭിമാനിയായിരിക്കും.
അതുകൊണ്ടാണ് അല്ലാഹുമ്മ അഹ്യിനി മിസ്കീൻ എന്ന് പറയുന്നത്. എന്നെ മിസ്കീനായി ജീവിപ്പിക്കണേ, എന്നെ മിസ്കീനായി മരിപ്പിക്കണേ. ദുനിയാവും കഴിഞ്ഞ് നാളെ ആഖിറത്തിലെത്തുമ്പോൾ എന്നെ മിസ്കീന്മാരുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടണേ എന്ന് അഷ്റഫുൽ വറ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എന്നാൽ ഫക്കീർ അഭിമാനമില്ലാത്തവനായിരിക്കും. അതുകൊണ്ട് എല്ലാ മനുഷ്യനും പേടിക്കണം എന്നാണ് ഫഖർ വരുന്നതിനെ, ദാരിദ്ര്യം വരുന്നതിനെ പേടിക്കണം. അടുത്ത സംരക്ഷണം മുതലിൻ്റെ സംരക്ഷണമാണ്. അതും കൂടിയും കൂട്ടത്തിൽ കൂട്ടി പറയാം. സമ്പത്തിൻ്റെ സംരക്ഷണം മക്കളെ പഠിപ്പിക്കണം. മുതൽ സംരക്ഷിക്കാൻ ആകെ ഒരു കാര്യം ചെയ്താൽ മതി, ഒറ്റ കാര്യം ചെയ്താൽ മതി, മുതൽ സംരക്ഷിക്കപ്പെടും. ദാനശീലം പഠിപ്പിച്ചാൽ മതി മുതൽ സംരക്ഷിക്കാൻ. ഏതെങ്കിലും മുസ്ലിമും മുഅ്മിനുമായ ഒരു മനുഷ്യൻ നല്ല നിലയിൽ സമ്പന്നനായി മാറുന്നുണ്ടോ? ഓനോ ഓൻ്റെ വാപ്പേ വാപ്പാൻ്റെ വാപ്പേ 7 തലമുറയിൽ ഒരാൾ ദാനശീലം ഉള്ള ആളായി കഴിഞ്ഞു പോയിട്ടുണ്ടാവുമെന്നാണ്. ഹബീബി നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞത്. മൂസ നബിയും ഖിദർ നബിയും യാത്ര ചെയ്തു അലൈഹിസ്സലാം. യാത്ര ചെയ്തപ്പോൾ ഒരു മതിൽ നന്നാക്കി കൊടുത്തല്ലോ. 3 സംഭവം ഉണ്ടായി. കപ്പൽ പൊളിച്ചു, കുട്ടിയുടെ തല പിടിച്ച് വിരിച്ചു, പിന്നെ മതിൽ നേരാക്കി. മതിൽ നേരാക്കി കൊടുത്തപ്പോൾ മൂസ നബി ഖിദർ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു, എന്ത് പണിയപ്പോൾ ഈ കാട്ടിയത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കൂലിയൊക്കെ നിശ്ചയിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നില്ലേ, എന്നാൽ പൈസ ഇട്ടൂരായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മൂസ നിങ്ങൾ വിചാരിച്ച മാതിരത്തെ മതിലല്ലത്. അവസാനമാണ് പറഞ്ഞു കൊടുക്കണതൊക്കെ. അങ്ങനെ അവസാനം രഹസ്യം പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു, ഈ മതിൽ അങ്ങാടിയിൽ താമസിക്കുന്ന 2 യതീം കുട്ടികളുടെ മതിലാണ്. വക്കാന അബൂഹുമാ സാലിഹാ, ആ കുട്ടികളുടെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞത് ഈ കുട്ടികളുടെ നേരെ വാപ്പാനെ കുറിച്ചല്ല എന്നാണ് തഫ്സീറുകൾ പറയുന്നത്. 7ാമത്തെ വല്ലിപ്പാനെ കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം ദാനശീലമുള്ള ഒരാളായിരുന്നു. അതായത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോകാൻ വേണ്ടി വയലറിയാണ്. സഹാബത്തെ യുദ്ധത്തിന് പോകണം, പൈസ ധാരാളമാണ്, എല്ലാവരും സംഭാവന തരികയായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നീച്ചുന്നിട്ട് പറഞ്ഞു, 100 ഒട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാറുണ്ട്. നബി തങ്ങൾ 2ാമത് വയലറിഞ്ഞു. 100 ഒട്ടകം എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ വലിയ സംഖ്യയാണ് കേട്ടോ. 100 ഒട്ടകവും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധം എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ വലിയ സംഖ്യയാണ്, അത് തരാമെന്നാണ് പറയണത്. നബി തങ്ങൾ പറഞ്ഞു, സഹാബ യുദ്ധത്തിന് പോകൽ അനിവാര്യമാണ്, യുദ്ധ ഫണ്ടിലേക്ക് ധാരാളം പണം ആവശ്യമാണ്, ഇനിയും എല്ലാവരും സംഭാവന തരണമെന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 2ാമത് നീച്ചിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, 100 ഒട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ വീണ്ടും തരാം നബിയേ. ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, മൂപ്പര വാപ്പാക്കേ ഈ ഹൈവേൻ്റെ വക്കിൽ കുറച്ച് തോന സ്ഥലം ഉണ്ടാവും, അത് ഈ ഹൈവേ വികസനം വന്നപ്പോൾ റോഡിന് പോയിട്ട് കായിട്ടിട്ടുണ്ടാവുമെന്ന്. അല്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുഹാജിറാണ്. മക്കത്തുനിന്ന് 2 കയ്യും വീശിങ്ങാണ്ടേ മദീനത്തേക്ക് വന്ന ആളാണ്. ഈ കൊടുത്ത ആളെ ഈ 100 ഒട്ടകം കൊടുത്ത് 2 ഒട്ടകം കൊടുത്തില്ലേ, ഇനി ഇത് മാത്രമൊന്നുമല്ല കേട്ടോ. യുദ്ധ ഫണ്ടിലേക്ക് വയലു പറഞ്ഞ ഞങ്ങൾ പൈസക്ക് വേണ്ടിയിട്ട് എല്ലാവരും വീട്ടിൽ പോയി ചില്ലറ പൈസ കൊടുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 7000 ദിർഹം കൊണ്ടുവന്നു. ഇന്ന് 7000 ദിർഹം ഒറ്റടിക്ക് കയ്യിലുള്ള ആളുണ്ടാവില്ല, കുറവേക്കാരം. ദിർഹം കയ്യിൽ വെച്ച ആൾക്കാർക്ക് അറിയാം 7000 ദിർഹം ഇന്ന് അധികം ആൾക്കാർക്ക് 7000 ദിർഹം ശമ്പളം പോലും ഉണ്ടാവില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 7000 ദിർഹംസ് കൊണ്ടുവന്ന് വരെ പോയിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചതല്ല, ഇപ്പം പോയിങ്ങാണ്ട് കണ്ടു പറഞ്ഞപ്പോൾ ചെന്നുകാണ്ട് എടുത്തുകാണ്ടിന് വരികയാണ്. നബി തങ്ങൾ ചോദിച്ചു, ഇഞ്ഞ് പേരയിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത്രയും കൂടി ഉണ്ട് പറഞ്ഞു. അതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുഹാജിറാണ്, അൻസാരിയല്ല, മദീനക്കാരനല്ല. മക്കത്തുനിന്ന് ഊരമ്മ 2 കാലും വെച്ചിട്ടിട്ട് കയ്യും വീശിങ്ങാണ്ട് പോകുന്ന ആളാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പിന്നെ എന്തേ മൂപ്പർക്ക് ഇങ്ങനെ കൊടുക്കാണ്ടായി? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ അഫ്ഫാൻ എന്ന് പറയുന്ന ആൾ ദാനശീലമുള്ള ആളായിരുന്നു എന്നതാണ് മഹാനവറുകൾക്ക് പൈസ ഉണ്ടായതിൻ്റെ കാരണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല അയ്യോ നീ പറഞ്ഞത്. ഏതെങ്കിലും ഒരു മനുഷ്യൻ നല്ല നിലയിൽ ഹക്ക് ബാത്തിൽ പാലിച്ചുകൊണ്ട് മുതലാളിയാകുന്നുണ്ടെങ്കിൽ ഓനോ വാപ്പേ വാപ്പാൻ്റെ വാപ്പേ
ഒരു മനുഷ്യൻ ദാനം ചെയ്താൽ അതിൻ്റെ 10 ഇരട്ടി തിരിച്ചു കിട്ടുന്നത് 7 തലമുറ പിന്നിടുന്നതിന് മുമ്പാണ്. നമ്മൾ 10 റുപ്യ ഒരാൾക്ക് കൊടുത്താൽ അത് 10 ഇരട്ടിയായി അള്ളാഹു തിരിച്ചു തരും. എപ്പോഴാണ് തരുന്നത്? അവൻ്റെ 7 തലമുറ പിന്നിടുന്നതിന് മുമ്പ് തിരിച്ചു കൊടുക്കും. ദുന്യാവ് തന്നെ കൊടുക്കും, ആഖിറത്തു നിന്നല്ല. ആഖിറത്തു നിന്ന് വേറെയും കൊടുക്കും. അതാണ്. അപ്പോൾ 7 തലമുറയുടെ സമ്പത്ത് സംരക്ഷിക്കാൻ ദാനശീലമുള്ള ഒരാളുണ്ടായാൽ മതിയാവും. എന്നെ സംഗതി. അതുകൊണ്ട് സമ്പത്ത് സംരക്ഷിക്കണമെങ്കിൽ ദാനശീലം പഠിപ്പിക്കണം. ഞമ്മക്ക് ആദ്യം വേണം മക്കളെ പഠിപ്പിക്കണം. ഉച്ചക്ക് ചോറ് കഴിച്ചിങ്ങാണ്ട് ഡൈനാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വാതിലും ഒരാൾ വന്നുകൊണ്ട് ബെല്ലടിച്ചു. കർട്ടൻ നീക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കാലുകൊണ്ട് ചെയ്യാത്ത ആളാണ്. 2 സമീപനം സ്വീകരിക്കാം. കാണാത്ത മാതിരി ഇങ്ങനെ ഇരിക്കാം. മനുഷ്യന് അല്ലെങ്കിൽ തന്നെ പൈസ ഇല്ലാത്തടത്ത് ഓരോന്ന് ഏന്തി വലിഞ്ഞ് കാര്യം നിൽക്കണത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റും? കായൊന്നുമില്ല. എന്നാലും വല്യമ്മക്ക് ഗുളിക വാങ്ങാൻ വേണ്ടി വെച്ച പൈസ ഉണ്ടായിരുന്നു. അതിനൊരു 5ൻ്റെ കൊട്ടനുറുപ്പ് എടുത്തിട്ട് മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ബാപ്പാൻ്റെ അടുത്ത് ഒന്നുമില്ല, എന്നാലും നമ്മളെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ട് വന്നതല്ല അയാൾ ഈ റമദാൻ മാസത്തിൽ. ബാപ്പാൻ്റെ കുട്ടി ഇതാണ് കൊണ്ടേ കൊടുത്തളാന്ന് പറഞ്ഞിട്ട് കൊടുത്തയച്ചാൽ ആ മകന് പഠിയുന്നതിനെയാണ് ദാനശീലം എന്ന് പറയുന്നത്. അതങ്ങോട്ട് പഠിപ്പിച്ചാൽ സമ്പത്ത് സംരക്ഷിക്കപ്പെടും. മുതൽ സംരക്ഷിക്കപ്പെടാൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, ദാനശീലം പഠിപ്പിക്കുക. മാതാപിതാക്കൾ പഠിപ്പിക്കേണ്ടതാണിത്, ദാനശീലം. ഒരു നാടിൻ്റെ പുരോഗതി ആ നാട്ടിലുള്ള ദാനശീലമുള്ള ആളുകളാണ്. ഒരു കുടുംബത്തിൻ്റെ പുരോഗതി ആ കുടുംബത്തിൽ ദാനശീലമുള്ള ആളാണ്. അതുകൊണ്ട് സമ്പത്തിൻ്റെ സംരക്ഷണമാണ് 6ാമത്തെ സംരക്ഷണം. അതിങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, ദാനശീലം പഠിപ്പിച്ചുകൊണ്ടാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ആശയം, വാപ്പിമ്മയും മക്കളെ അള്ളാഹുവിൽ തവക്കുലാക്കണം. തവക്കുലിൻ്റെ വിജയമാണ് മക്കളിലെ വിജയം. നമ്മൾ നോക്കിയാലൊന്നും എത്തൂല. അതുകൊണ്ട് പഠിച്ചോനെ ഇജ്ജ് നോക്ക് എന്ന് പറയാൻ പറ്റണം. അള്ളാഹുവെ നിന്നെ ഞാൻ ഏൽപ്പിച്ചു, ഇജ്ജ് നോക്ക്. മനസ്സറിഞ്ഞ് ദ്വാരന്നിട്ട് അള്ളാഹുവിനെ ഏൽപ്പിക്കുക എന്നുള്ളതിന് 1ാമത്തെ കാര്യം. 2ാമത്തെ കാര്യം, വാപ്പ മക്കളുടെ രഹസ്യമാകുന്നു എന്നാണ്. അതുകൊണ്ട് വാപ്പാൻ്റെ സ്വകാര്യങ്ങൾ മക്കൾ പരസ്യമാക്കും. 3ാമത്തെ കാര്യം, ഉമ്മാൻ്റെ ദുആയാണ് യഥാർത്ഥത്തിൽ മക്കൾ എന്ന് പറയുന്നത്. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഹാജറ ബീവി എന്ന നേരത്തെ അടിമ സ്ത്രീയായിരുന്ന പിന്നീട് സ്വതന്ത്രയായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയായ ഹാജറ ബീവി, എൻ്റെ മോന് ഒരു തുള്ളി വെള്ളം തരണേന്ന് ദ്വാരുന്നതാണ് സംസമിൻ്റെ പിന്നിലെ രഹസ്യം. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് കാലങ്ങളോളം ഗുണമുള്ളതായി മാറും. 6 സംരക്ഷണങ്ങൾ മക്കൾക്ക് കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. 1 ഈമാൻ്റെ സംരക്ഷണമാണ്. അതിന് മുത്തുനബിനെ പരിചയപ്പെടുത്തണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മാസത്തിലൊരു ചെറിയ മൗലൂദൊക്കെ പെരയിൽ നടക്കണം. പുറത്തുനിന്ന് ആരും ഇല്ലെങ്കിൽ വേണ്ട, പാപ്പി മക്കളും കൂടി ഓതിയാൽ മതി. എന്തായാലും ഇടയ്ക്കൊക്കെ നമ്മൾ പിന്നെ ബ്രോസ്റ്റും പിന്നെ അൽഫാമൊക്കെ വാങ്ങുമല്ലോ. അന്ന് ഒരു ഹദീസ് മങ്കൂസ് മൗലൂദ് മുത്തുനബിനെ പെരയിൽ ഇങ്ങനെ പറയണം. വണ്ടിയിൽ എല്ലാവരും കൂടി ഒരിക്കലും പോകുമ്പോൾ നമ്മൾ എന്തായാലും പാട്ടിടും. മധുഹുൻ നബി ആയിരിക്കണം അത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ സുന്നത്തിനെയും ഇത്തിബായിനെയും പാലിക്കണം. അത് മക്കളെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ പുണ്യനബി ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയായി കുട്ടികൾക്ക് മാറിയാൽ ഈമാൻ സംരക്ഷിക്കപ്പെടും. 2ാമത്തേത് ഇൽമിൻ്റെ സംരക്ഷണമാണ്. ഇൽമിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലത്തെ ഉയർത്തിക്കൊണ്ടുവരലാണ്. ദീനിയായ ഇൽമുമായി ചെറിയ ഒരു ബന്ധം നിലനിർത്തണം. ഭൗതിക വിജ്ഞാനം പഠിക്കുമ്പോൾ ഒന്നും പഠിക്കണില്ലെങ്കിൽ കുഴപ്പമൊന്നും പറ്റൂല. പഠിക്കണുണ്ടോ മതവിദ്യാഭ്യാസവുമായി ചെറിയൊരു ബന്ധം നിലനിർത്തണം. അതൊരു ഉസ്താദിനായിട്ടുള്ളൊരു ബന്ധം നിലനിർത്തിയാലും മതി, ഒരു ഓൺലൈൻ കോഴ്സ് ചേർന്നാലും മതി, ഒരു കോളേജിൽ ഒരു പള്ളി ദർസിൽ സുബഹിക്കെങ്കിലൊന്ന് പോയാലും മതി. അങ്ങനെ എന്തെങ്കിലും ദീനിയായ ഉലൂമുമായി ബന്ധം നിലനിർത്തിയില്ലെങ്കിൽ ഭൗതിക തലം വരുന്നതിനനുസരിച്ച് ആത്മീയ തലം വളരാതെയാവും. 3ാമത്തെ കാര്യം ശരീരത്തിൻ്റെ സംരക്ഷണമാണ് മാതാപിതാക്കൾ പഠിപ്പിക്കേണ്ടത്. ശരീരത്തിൻ്റെ സംരക്ഷണം കുറേ ഉണ്ട്. ഭക്ഷണ മര്യാദകൾ ഒക്കെ പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വൃത്തി പരിപാലിക്കുക എന്നത്. ശരീരവും വസ്ത്രവും വിരിപ്പും
നിൽക്കുന്ന സ്ഥലം, ഇരിക്കുന്ന സ്ഥലം, ചെരിപ്പ് എല്ലാം വൃത്തി ഉണ്ടാക്കി ജീവിക്കാൻ വേണ്ടി മാതാപിതാക്കൾ പഠിപ്പിക്കണം. നാലാമത്തേത് ബുദ്ധിയുടെ സംരക്ഷണമാണ്. ബുദ്ധിയുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ മദ്യം മയക്കുമരുന്നിൽ നിന്ന് കാക്കലാണ് ഇന്നത്തെ വലിയ സംരക്ഷണം. അടയാളങ്ങൾ ശ്രദ്ധിക്കലാണ് വേണ്ടത്. ചെറിയ ചെറിയ പൈസ കളവ് പോകുക പെരേന്ന്, ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കുക, മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായി ഇടപഴകുന്നത് ശ്രദ്ധയിൽപ്പെടുക, 20 റുപ്യ 30 റുപ്യൊക്കെ ഇടയ്ക്കിടയ്ക്ക് പെരേന്ന് കാണാനില്ലാതാകുക, ഒഴിഞ്ഞിരുന്ന് ദൂരേക്ക് നോക്കുക, ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരിക, കണ്ണിൻ്റെ ചുറ്റുഭാഗത്തും നിറവ്യത്യാസം വരിക, ഇങ്ങനെയൊക്കെയുള്ള അടയാളങ്ങൾ ശ്രദ്ധിക്കുക. അടയാളങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായ ചികിത്സയ്ക്ക് വിധേയമാക്കണം. അതാണ് ബുദ്ധിയുടെ സംരക്ഷണം. അഞ്ചാമത്തേത് സ്വഭാവത്തിൻ്റെ സംരക്ഷണം എന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അഭിമാനത്തിൻ്റെ സംരക്ഷണം. ആറാമത്തേത് സമ്പത്തിൻ്റെ സംരക്ഷണമാണ്. മുതൽ സംരക്ഷിക്കാൻ ഒറ്റ കാര്യം ചെയ്യേണ്ടതുള്ളൂ, ദാനശീലം പഠിപ്പിക്കുക. ദാനം കൊടുക്കാൻ പൈസ വേണം, അതേസമയത്ത് ദാനശീലത്തിന് പൈസ വേണ്ട. ദാനം കൊടുക്കാൻ പൈസ വേണമല്ലോ, ദാനശീലത്തിന് പൈസ വേണ്ട. ആ ഒരു സ്വഭാവമാണ്, അത് ഉണ്ടായാൽ മതി. ഇപ്പം നമ്മളൊക്കെ പള്ളികളിലൊക്കെ പിരിവുണ്ടാവുമല്ലോ വെള്ളിയാഴ്ച. ചില ആൾക്കാർ ജുമയ്ക്ക് വരുമ്പോൾ ഒരു 10 തൊട്ട് ഒരു 50 തൊട്ട് 100 തൊട്ടൊക്കെ വെച്ചിങ്ങാണ്ട് വരും ഈശയിൽ. അങ്ങനെ മൂല്യർ ജുമ കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയും, ഒരു എത്തിയൻകുട്ടിയുടെ പിരിവുണ്ട്, കാര്യമായിട്ട് എല്ലാവരും സഹായിക്കണം, മഹല്ല് എന്നുള്ള കത്തുണ്ട്, നമ്മളല്ലാതെ വേറെ ആരും സഹായിക്കാനില്ല, അതിൻ്റെ പുറമെ അവിടുന്ന് സെക്രട്ടറി വിളിക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലായി 100 റുപ്യയിലും കൊടുക്കണം, അതാണ് ആ വർത്താനം എന്ന് മനസ്സിലാവും. അപ്പോൾ 100 റുപ്യ കൊടുക്കും. അത്രയൊന്നും പറഞ്ഞിട്ടില്ല. ഒരു സാധുവായ മനുഷ്യൻ വന്നിട്ടുണ്ട്, അദ്ദേഹം പുറത്തുണ്ടാവും, പോകുമ്പോൾ എന്തേലും കൊടുത്താളി എന്ന് പറഞ്ഞാൽ മനസ്സിലായി 10 റുപ്യാണ് വേണ്ടത്, 10 റുപ്യ കൊടുക്കും. ഇങ്ങനെ ചെയ്യും ചില ആൾക്കാർ. ചില ആൾക്കാർ ആ പേഴ്സുള്ള കുപ്പായം പെരയിൽ വെച്ചിട്ട് നല്ലൊരു കുപ്പായം ഇട്ടാണ്ട് വരും. പള്ളിക്ക പിരിവ് പറയും. എന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ മൂപ്പര് പോയിട്ട് ആ പീടി കയറിയിട്ട് പറയും, ഇവിടെ എന്ന് നോക്കിയാലും പിരിവന്നെയാണ് എന്ന് പറയും. എന്നും കുപ്പായം മാറിയിട്ടിട്ടാണ് വരിക. എന്നാലും പറച്ചിൽ കൊടുക്കണമെന്ന് പറയില്ല, നിങ്ങൾ നോക്കിക്കോളി, കൊടുക്കണമെന്ന് പറയില്ല. അതേസമയത്ത് കൊടുക്കാത്തവൻ എന്ത് പറയും, ഇവിടെ എന്ന് നോക്കിയാലും പിരിവന്നെയാണ് എന്ന് പറയും. കൊടുക്കണവനുണ്ടായിക്കൊണ്ടേയിരിക്കും, കൊടുക്കാത്തവൻ കുപ്പായം മാറിയിട്ട് വന്നെങ്ങാണ്ടേയിരിക്കും, ഓനുള്ളത് പോയി കൊണ്ടിരിക്കും. ദാനശീലം, ഒരു മഹല്ലത്തിൽ മാറ്റമുണ്ടാവണമെങ്കിൽ ആ മഹല്ലത്തുകാരെ ദാനശീലം പഠിപ്പിക്കണം. ഒരു കുടുംബത്തിൽ മാറ്റമുണ്ടാവണമെങ്കിൽ ആ കുടുംബത്തെ ദാനശീലം പഠിപ്പിക്കണം. അതുകൊണ്ട് സമ്പത്തിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് ദാനശീലമാണ്. ഇത്രയും കാര്യങ്ങളാണ് മക്കളുടെ സംരക്ഷണത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും സാലിഹീങ്ങളിൽ ചേർക്കട്ടെ, നമ്മളെ മക്കളെ സാലിഹീങ്ങളാക്കട്ടെ. നാഫിയായ ഇൽമിനെ നമുക്കെല്ലാം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഒരു ഫാത്തിഹ എല്ലാവരും ഓതി. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ആമീൻ പറ എല്ലാവരും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل محمد. اللهم ربنا ألف بين قلوبنا وأصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم سلمنا وسلم أهالينا من آفات الدارين وارزقنا وإياهم سعادة الدارين. جملنا بالعافية والسلامة وحققنا بالتقوى والاستقامة وأعيذنا من موجبات الندامة يوم القيامة إنك سميع الدعاء. اللهم إنا نسألك الهدى والتقى والعفاف والغنى يا رب العالمين.
اللهم اغفر لنا ولمن ماتوا من آبائنا وأمهاتنا ومن أقربائنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഇൻഷാല്ലാ. മരണപ്പെട്ടു പോയ രണ്ടാൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ പരിപാടിക്ക് കാര്യമായി സഹായിച്ച ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും അധ്വാനിച്ച എല്ലാവർക്കും വലിയ കൂലി നൽകട്ടെ. ഇതൊരു വലിയ ജാരിയായ സദഖയായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഉപകാരമെടുക്കപ്പെടുന്ന അറിവ് എന്ന തരത്തിൽ അല്ലാഹു തആല ഈ സദസ്സിനെ കബൂൽ ചെയ്യട്ടെ. ഇതിനുവേണ്ടി സഹായിച്ച ആളുടെ എല്ലാ മുറാദുകളെയും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ബക്കറ്റിൽ സഹായിച്ച ആൾക്കാരുണ്ട്, അള്ളാഹു അവർക്ക് വലിയ കൂലി കൊടുക്കട്ടെ. അതുപോലെ ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്ത ആളുകൾ അള്ളാഹു അവർക്ക് വലിയ കൂലി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മദ്രസയെ കാലങ്ങളായി സഹായിച്ചു വരുന്ന ആളുകൾക്ക് വലിയ കൂലി കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയ രണ്ടാളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഖബറിനെ അള്ളാഹു സ്വർഗമാക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മവാപ്പന്മാർ, ഉസ്താദുമാർ, ബന്ധുക്കൾ, ദുആ ചെയ്യാൻ പറഞ്ഞവർ, നമ്മളെ സഹായിച്ചവർ എല്ലാവരുടെയും ഖബറിനെ അള്ളാഹു സ്വർഗമാക്കട്ടെ. ഇരുലോക വിജയികളിൽ ചേർത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ദുനൂബനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم.